നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ഒടുവിലിത ആ മഹായുദ്ധത്തിന് തുടക്കം കുറിക്കുകയാണ്. യുദ്ധക്കൊതിയനായ നെതന്യാഹു കളിച്ചു പുലിമടയിൽ കയറിയത കളിച്ചിരിക്കുന്നു. ഇത് ലോകത്തെ തന്നെ വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെ കടത്തിവിടുമെന്നതിൽ സംശയമൊന്നുമില്ല. അത്തരത്തിൽ ഏത് നിമിഷവും ഒരു ആക്രമണം നടക്കുമെന്ന ഭയത്തിനെ തകർത്തുകൊണ്ട് ഇസ്രയേൽ കൈവിട്ട് യുദ്ധം ചെയ്തിരിക്കുകയാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ കനത്ത ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത്. ഇറാന്റെ ആണവ പ്ലാന്റുകളെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്നാണ് IDF വ്യക്തമാക്കുന്നത്. ഇറാന്റെ വിവിധ പ്രദേശങ്ങളിലെ ആണവ പ്ലാന്റുകൾ ഉൾപ്പെടെയുള്ള സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ് ഇറാനെതിരെ നടത്തുന്ന ഈ ആക്രമണത്തിനെ നെതന്യാഹു വിളിച്ചിരിക്കുന്നത്. കാലങ്ങളായി ഇസ്രയേലിനെ തകർക്കണമെന്ന ഉദ്ദേശവുമായി ഇറാനിയൻ ഭരണകൂടം മുന്നോട്ട് പോവുകയായിരുന്നുവെന്നും ആണവായുധം കൂടുതലായി നിർമ്മിക്കുന്നുവെന്ന ഞങ്ങളുടെ ഇന്റലിജൻസ് വിഭാഗം കഴിഞ്ഞ മാസം കണ്ടെത്തിയിരുന്നുവെന്നും ഇതിന്റെ ഭാഗമായി നിരവധി ആണവ പ്ലാന്റുകൾ ഇറാൻ നിർമ്മിച്ചുവെന്നുമാണ്. അതോടെയാണ് ഇറാനെതിരെ ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഇറാനിൽ വെള്ളിയാഴ്ച രാവിലെ സ്ഫോടനങ്ങൾ കേട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം ഇതിനുള്ള വലിയ തിരിച്ചടി ഇസ്രയേലിന് ലഭിക്കുമെന്നുള്ളത് നെതന്യാഹുവിന് തന്നെ നന്നായി അറിയാം. എന്നാൽ ഇസ്രയേൽ ചെയ്തത് നാശത്തിലേക്കുള്ള ഒരു വാതിൽ തുറക്കലാണ്. കാരണം ഇറാന്റെ സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബഗേരിയെയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ മേധാവി ഹുസൈൻ സലാമിയെയും കൊല്ലപ്പെട്ടു എന്ന് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിനുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇറാൻ ഇതുവരെ നടത്തിയിട്ടുമില്ല. ഇതോടെ വലിയൊരു മഹായുദ്ധത്തിനാണ് ഇവിടെ തിരികൊളുത്തിയിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. ഇറാൻ എന്തായാലും അടങ്ങിയിരിക്കുകയില്ലെന്നത് ലോകത്തിന് തന്നെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. എന്നാൽ വലിയ മുന്നറിയിപ്പുമായി ഇപ്പോൾ ഇറാൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇസ്രയേൽ കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്നാണ് പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി പറഞ്ഞിരിക്കുന്നത്. ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങൾക്ക് സയനിസ്റ്റ് ഭരണകൂടം സ്വയം കൈപ്പേറിയതും വേദനാജനകവുമായ ഒരു വിധി ഒരുക്കിയിരിക്കുകയാണെന്നും തീർച്ചയായും അത് അവർക്ക് ലഭിക്കുമെന്നാണ് ഖമേനി പറഞ്ഞിരിക്കുന്നത്. പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഇറാന്റെ ഹൃദയഭാഗത്തുള്ള ആണവ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ്. ഇറാന്റെ നൂതന ആണവ പദ്ധതിയും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇസ്രയേൽ നടത്തിയ ഏതൊരു ആക്രമണത്തിനും അമേരിക്ക കണക്ക് പറയേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഇറാൻ നേരത്തെ പറഞ്ഞതുമാണ്. ഇതോടെ അമേരിക്കൻ താവളങ്ങൾക്കുള്ള ഭീഷണിയും വർദ്ധിച്ചു വരികയാണ്. എപ്പോ വേണമെങ്കിലും ഇറാൻ തിരിച്ചടിച്ച വാർത്ത പുറത്തു വരാം. ഇസ്രയേൽ ഇപ്പോൾ കയറി ആക്രമിച്ചിരിക്കുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ കൂടിയാണ്. ഇത് മറ്റ് അറബ് രാജ്യങ്ങളെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കുകയുമില്ല. ഇതോടെ യുദ്ധം കനക്കുമെന്നതിൽ സംശയമൊന്നും വേണ്ട. അമേരിക്ക ഇതിനു പിന്നിൽ പച്ചക്കൊടി കാണിച്ചു എന്ന കാര്യവും വ്യക്തമല്ല. ഇറാൻ എന്തായാലും അവരുടെ ആയുധ ശേഖരം ഇസ്രയേലിനെതിരെ തുറക്കുമെന്നത് ഉറപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കളമാവുകയാണ്. ഇറാൻ നെതന്യാഹുവിന് എങ്ങനെ പണി നൽകുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. വീണ്ടും ഒരു യുദ്ധം കടന്നു വന്നിരിക്കുകയാണ്. ഇതിന്റെ ഞെട്ടലോടെ തന്നെയാണ് ഇപ്പോൾ ലോകമുള്ളത്.